നമസ്തേ. സ്ഥിരം വരുന്നൊരു ക്വസ്റ്റ്യനാണ്, എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇതുപോലെയുള്ള പാറ്റേൺസ് റിപ്പീറ്റ് ആവുന്നത്, എപ്പോഴും ഒന്നിന് പിറകെ ഒരേ സിമിലർ കൈൻഡ് ഓഫ് കാര്യങ്ങൾ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളിൽ ക്യാൻസറസ് പോലെയുള്ള മാരകമായുള്ള അസുഖങ്ങൾ വന്ന് മരിച്ചു പോയത്. അങ്ങനെ ഒരു പാസ്റ്റ് ലൈഫായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങളാണത്. മെനി ലൈഫ് ടൈംസ് നമുക്ക് അൺറിസോൾവ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസിലൂടെ നമ്മൾ വരികയും അവിടെ സൊല്യൂഷൻ കിട്ടാതെ വരുന്നത് കൊണ്ടാണ് നമ്മൾ പല ലൈഫ് ടൈംസ് എടുക്കുന്നത്. ഈ ടൈമിൽ നമ്മൾ എന്താണ് നിങ്ങളെ വറി ചെയ്യുന്നത്, എവിടാണ് നിങ്ങളുടെ എനർജി ലോസ് ആവുന്നത്, അല്ലെങ്കിൽ എന്തൊരു കാര്യം ഓർത്താണ് നിങ്ങൾ സഫർ ചെയ്യുന്നത്, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊക്കെയും സോൾവ് ചെയ്യാനാണ് നമ്മൾ ഈ ലൈഫ് ടൈം വന്നിരിക്കുന്നത്. പല കാര്യങ്ങളും നമ്മളവിടെ ഹീലിങ്സിലൂടെയൊക്കെ നമ്മൾക്ക് സോൾവ് ആകാൻ പറ്റും. ചിലത് ഈ ലൈഫ് ടൈം സോൾവ് ആകാൻ പറ്റില്ല. ബട്ട് through awareness and through healing we can enter into that ആ ഒരു സൊല്യൂഷന് നമുക്കൊന്ന് എൻ്റർ ആവാൻ പറ്റും. ആൻഡ് ഇഫ് യു സ്റ്റാർട്ട് ഹീലിംഗ്, ആ ഒരു അവയർനെസ്സോട് കൂടെ തന്നെ നമ്മൾക്ക് ഇനി പല ലൈഫ് ടൈംസ് എടുക്കേണ്ടി വരില്ല. ഈ ഒരു ലൈഫ് ടൈം തന്നെ നമ്മളുടെ സൊല്യൂഷൻസ് കിട്ടി നമ്മൾക്ക് പോകാൻ പറ്റും. സോ ദീസ് ഓൾ ആർ കണക്റ്റഡ് ടു അവർ പാസ്റ്റ് ലൈഫ്സ്. ആൻഡ് ആ ഒരു അവയർനെസ് കിട്ടുകയാണെങ്കിൽ, ഇഫ് യു ആർ ഫീലിംഗ് ദാറ്റ് സൊല്യൂഷൻസ് ഇല്ലാതെ പോകുന്ന പ്രോബ്ലം, ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ട്രബിളിങ് യു. സ്ഥിരമായിട്ട് വരുന്ന എൻ്റെ പാറ്റേൺ ഏതാണ്, എവിടാണ് എനിക്ക് സോൾവ് ചെയ്യാനുള്ളത്, അത് ഫിനാൻഷ്യലി ആണോ, എപ്പോഴും എന്തുകൊണ്ടാണ് ആളുകളാൽ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അവിടെ എങ്ങനെ ഹീൽ ചെയ്യും, എങ്ങനെ റിലേഷൻഷിപ്പ് എപ്പോഴും ബ്രേക്കപ്പ് ആവുന്നു, അവിടെ എങ്ങനെ ഹീൽ ചെയ്യും, ഒരു കരിയർ എപ്പോഴും എനിക്ക് ഒരു ബാക്ക് സ്റ്റാബിങ് ഉണ്ടാവുന്നു, എന്തുകൊണ്ട്, അതെങ്ങനെ ഹീൽ ചെയ്യും. ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് സ്റ്റാർട്ട് ഹീലിംഗ്. വി ആർ ഇൻ ദിസ് വേൾഡ് ടു ഹീൽ, ടു സോൾവ് പ്രോബ്ലംസ്, ടു ഹാവ് സെൽഫ് ലവ്. ഇതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്താണ് നമ്മൾ ആ ഹീലിംഗ് ജേർണിയിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്, ഫൊർഗീവ്നെസ്സിലൂടെയാണ്. എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്താണ് ഹീലിംഗ്, എവിടെ നിന്നാണ് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുകയെന്ന് ചോദിക്കുകയാണെങ്കിൽ, വൺ ആൻസർ, ഫൊർഗീവ്നെസ്സിലൂടെയാണ് ഹീലിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. സോ സ്റ്റാർട്ട് ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഞാൻ ഒരാളുടെ അടുത്ത് ഫൊർഗീവ്നെസ് ഇപ്പോൾ ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാം. ലൈക്ക് ഇഫ് വൺ ഓഫ് മൈ ക്ലയൻറ്റ് ഇസ് കോളിങ് ആൻഡ് ആസ്കിങ് ഫോർ എ സൊല്യൂഷൻ, അപ്പം ഞാൻ അവരുടെ അടുത്ത് പറയുക, യു ഡു ഫൊർഗീവ്നെസ്. അപ്പോൾ നമ്മൾ ഫൊർഗീവ് ചെയ്തതെന്ന് പറഞ്ഞ് പിറ്റേന്ന് ഒരു കോൾ ചെയ്ത് വാളിയാ നോക്കുക ചായ കുടിച്ചിട്ട് വരാം എന്ന് പറയുന്നതല്ല ഫൊർഗീവ്നെസ്. ആക്ച്വലി അത് ഉള്ളു തട്ടിയുള്ള ഒരു ഫൊർഗീവ്നെസ് ആയിരിക്കണം. നമുക്ക് താങ്ക് യു രണ്ട് രീതിക്ക് പറയാമല്ലേ. നമുക്ക് ഫേക്ക് ചെയ്ത് താങ്ക് യു പറയാം, പക്ഷേ അത് ഉള്ളിൽ നമ്മൾ ഒരുപാട് അഴുക്ക് ചാലുകളൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ പുറമേ ഒരു പെരിഫറൽ ലെവലിൽ നമ്മൾ താങ്ക് യു പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് തന്നെയാണ് ഫൊർഗീവ്നെസ്. ഇറ്റ് ഷുഡ് ഹാപ്പൻ ഫ്രം വിതൻ, ഉള്ളിൽ നിന്ന് തന്നെ അത് വരണം. ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു healing, forgiveness. So start with forgiveness, and if you are stuck somewhere there, you can definitely call me. Namaste.